ഹായ് ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രൈഡൽ അതായത് ഒരു ബ്രൈഡൽസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രൈഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് മുഖം പെട്ടെന്നൊന്ന് വെളുപ്പിക്കാൻ. കല്യാണത്തിന് മുന്നൊക്കെ പെട്ടെന്നൊന്ന് ഗ്ലോ ആവാനായിട്ട് ഒരുപാട് പേര് കല്യാണത്തിന് മുന്നേ ഒരുപാട് നാൾ മുന്നേ ഫേഷ്യലൊക്കെ ചെയ്ത് തുടങ്ങുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത്. ബ്രൈഡൽ സ്പെഷ്യൽ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ പേര് ജിഷ, ഞാനിവിടെ മേക്കപ്പ് റിലേറ്റഡും അതേപോലെ തന്നെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ എല്ലാവരും വീഡിയോയിലുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഉരുളക്കിഴങ്ങ് നല്ലതാണ്, സ്കിന്ന് പെട്ടെന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് വളരെ നല്ലതാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ജസ്റ്റ് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് അങ്ങനെ ചീവി എടുക്കാം. ചീവി എടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം, അതായത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് നന്നായിട്ട് ചാറ് കിട്ടും. അതൊക്കെ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിനുള്ള അത്രയും ആ ഒരു ജ്യൂസാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ ചാറ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങയുടെ നീരാണ്. അപ്പൊ നാരങ്ങയുടെ നീരും ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. തൈര് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ തൈരും നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ തൈര് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കോഫി പൗഡർ ആണ്. അപ്പൊ കോഫി പൗഡർ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു നാച്ചുറൽ ബൊട്ടോക്സ് ആണ് കോഫി പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത്, സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും ഒക്കെ നല്ലത്. നിങ്ങൾക്ക് പച്ചമഞ്ഞളാണ് കൂടുതൽ കംഫർട്ട് എന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞളായാലും യൂസ് ചെയ്യാം. അപ്പോൾ പച്ചമഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ്. കടലമാവ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ കണ്ടന്റ് ഒക്കെ വലിച്ചെടുക്കാനും സ്കിൻ നല്ലപോലെ ഒരു എന്താ പറയാ നല്ല ബ്രൈറ്റൻ ആക്കി വെക്കാനും അതേപോലെ ഫ്രഷ് ആക്കി വെക്കാനൊക്കെ കടലമാവ് നല്ല യൂസ്ഫുൾ ആണ്. അപ്പൊ കടലമാവ് ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇതങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ ഒരു ഫൈൻ തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. ഈ ഒരു മാസ്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് മുന്നേ നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ക്ലീൻ ചെയ്ത മുഖത്തേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞെടുക്കാണല്ലോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നമുക്ക് ബാക്കിലോട്ട് നല്ലപോലെ ഒന്ന് നിൽക്കാനായിട്ട്, അതായത് ചെറിയ മുടികളൊക്കെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ ജസ്റ്റ് ഇങ്ങനെ ഒരു ബാൻഡ് ഇട്ട് കൊടുത്തു. ഇപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് തൈരാണ്. അപ്പൊ തൈര് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സ്മെല്ലായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ഇത് ഇങ്ങനെ മുഖത്തും അതേപോലെ നമ്മളെ ചുണ്ടിനടിയിലും മേൽഭാഗത്തൊക്കെ ആയിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നെറ്റിയിൽ അപ്ലൈ ചെയ്യണം, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ടാൻ അടിക്കുക ചില ആൾക്കാർക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടാൻ അടിക്കുന്നത് ഈ ഒരു നെറ്റി ഭാഗമാണ്. ചില ആൾക്കാരുടെ സ്കിന്നിലുണ്ടല്ലോ ടാൻ അടിക്കാത്ത സ്കിന്നുള്ളവരുണ്ട്, മുഖത്ത് ഒട്ടും ടാൻ അടിക്കില്ല. നമ്മളെ കഴുത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പാക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല നമ്മളുടെ കൈകളിലും കാലുകളിലും ഒക്കെ ടാൻ അടിച്ച ഭാഗങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്, മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയാൻ വേണ്ടിയിട്ട്, വല്ലാതെ ഡ്രൈ ആവാൻ നിൽക്കണ്ട, കുറച്ചൊന്ന് വലിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ വലിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടുവെക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കേട്ടോ. അപ്പൊ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്, അതേപോലെ നല്ലപോലെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ബ്രൈറ്റനിങ് ഒക്കെ കിട്ടാനായിട്ട് ഇതുപോലെ ബ്രൈഡൽസിനൊക്കെ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബ്രൈഡൽസിനൊക്കെ, അതായത് പെട്ടെന്ന് കല്യാണ തലേന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാനോ അല്ലെങ്കിൽ കല്യാണത്തിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രൈഡൽ ഫേസ് പാക്ക് ആണ് ഇന്ന് നിങ്ങളെ കാണിച്ചിരുന്നത്. നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം അത് കാണുന്നുണ്ടെന്ന് അറിയില്ല. സ്കിന്ന് നല്ല പോലെ ബ്രൈറ്റ് ആവുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ നമ്മൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.